മലപ്പുറം എടരിക്കോട്ടെ 1 വയസ്സുകാരൻ ദേവ് വർഷ് സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ബ്ലാഡർ എക്സ്ട്രോഫി എന്ന ജനിതക തകരാറിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്ക് സർജറിക്കായി 15 ലക്ഷത്തോളം രൂപയാണ് ചെലവ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിർവേഷ് ചികിത്സാ സമിതി രൂപീകരിച്ചു. കോട്ടക്കൽ പോളിടെക്നിക് കോളേജ് കാന്റീൻ തൊഴിലാളിയും പപ്പട വിൽപ്പനക്കാരനുമായ സുബീഷിന്റെ മകൻ ദർവേഷ് ബ്ലാഡർ എക്സ്ട്രോഫി ബാധിതനാണ്. മൂത്രസഞ്ചി തുറന്നിരിക്കുന്നതിനാൽ മൂത്രം സംഭരിക്കാനാവില്ല. മൂത്രം ചോരുന്നതിനാൽ ശരീരഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാനാണ് ശസ്ത്രക്രിയകൾ. ഇതിനായി 15 ലക്ഷത്തോളം രൂപയാണ് ചിലവ് വരുന്നത്. ആദ്യത്തെ ഓപ്പറേഷൻ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലായിരുന്നു. അത് 6 ലക്ഷത്തോളം രൂപ വന്നു. ഇനി 2 ഓപ്പറേഷനും കൂടി ഉണ്ട്. അത് 15 ലക്ഷം രൂപയോളം വേണം. ഇനിയുള്ള ഓപ്പറേഷൻ 2 ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. എടരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യിൽ ചെയർമാനും വാർഡംഗം സൈഫുന്നീസ കക്കാട്ടിരി കൺവീനറുമായി ചികിത്സാ സഹായം സ്വരൂപിക്കാൻ 25-അംഗ കമ്മിറ്റി രൂപവൽക്കരിച്ചു. എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ 1 വയസ്സുള്ള കുട്ടിയുടെ ജീവൻ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. 2 ഓപ്പറേഷനായിട്ട് 15 ലക്ഷം രൂപയാണ് നമുക്ക് ചെലവ് വരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. പോളിടെക്നിക് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡുകൾ, പ്രധാന നഗരങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചും അവധി ദിവസങ്ങളിൽ ഫണ്ട് ശേഖരിക്കും. ദർവേഷ് ചികിത്സാ ധനസഹായ സമിതി എന്ന പേരിൽ എടരിക്കോട് SBI ശാഖയിലാണ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുള്ളത്. മീഡിയ 1 മലപ്പുറം.